പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് പറയുന്നു, നമുക്ക് അഭയം പ്രാപിക്കാൻ ഒരാളേ ഉള്ളൂ. മറ്റാരുടെ നിങ്ങൾ അഭയം പ്രാപിച്ചാലും അവരൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്ത് അവർ നമ്മളെ സഹായിക്കില്ല. എന്നാൽ ദൈവം നിശ്ചയമായും കണിശമായും നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അവിടെ അഭയം പ്രാപിച്ചാൽ ഏത് കാര്യത്തിനാണോ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അണയുന്നത്, അത് കർത്താവ് നിങ്ങൾക്ക് സാധിച്ചു തരും. അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ജീവിത പങ്കാളിക്ക് വേണ്ടിയായിരിക്കാം, രോഗികളായിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കാം. ഏതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ മാധ്യസ്ഥ യാചിക്കുന്നു, അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. സംഗീത പുസ്തകത്തിൽ 46-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് എന്ന് പറഞ്ഞാൽ കൂട്ടാണ്. കഷ്ടതകളിൽ ആരും കൂട്ടില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് കൂട്ടായി വരും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ അവിടെ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.